ബഹുമാനം നിറഞ്ഞ അസിസ്റ്റന്റ് വികാരി സിജോ മോനച്ചൻ, സ്നേഹം നിറഞ്ഞ സിസ്റ്റർ മിസ്റ്റർ ജോൺ മരിയ കുടുംബാംഗങ്ങൾ, കാറ്റഗിസം എച്ച് എം, മറ്റ് അധ്യാപകരെ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വാത്സല്യം നിറഞ്ഞ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ വൈദികരെ നിങ്ങൾ കാണുകയാണ്. വിശുദ്ധരായ രണ്ട് വൈദികർ. അവരുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ പെരുന്നാൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞുപോയി. 4-ാം തീയതിയായിരുന്നു. നമ്മൾ 4-ാം തീയതി അച്ഛനെ കാണാത്തത് കൊണ്ട് കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഇന്ന് നമുക്ക് അവർക്കൊരു ആദരവ് കൊടുക്കുകയാണ്. എല്ലാവരും മിസ് പറയാൻ ശ്രദ്ധിക്കണം. മിസ്റ്റർ ജോൺ മരിയ വിയാനിയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ വലിയ ചെറുപ്പത്തിലേ തന്നെ വളരെ മിടുക്കനായ വിദ്യാർത്ഥിയോ വലിയ വാക്ചാതുര്യമോ സാമർഥ്യമോ പാണ്ഡിത്യമോ ഒന്നുമില്ലാത്ത വളരെ സാധുവായ ഒരു പാവം കുട്ടിയായിരുന്നു ജോൺ മരിയ വിയാനി. പഠനത്തിൽ വളരെ പിന്നോട്ടുണ്ടായിരുന്ന വിയാനി വലിയ ആഗ്രഹത്തോടെ ഫ്രാൻസിലെ ഒരു ആർട്സ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം വൈദികനാകണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ സെമിനാരിയിൽ ചേർന്നു. അവിടെ ചെന്നപ്പോൾ ഓരോ പഠനത്തിലും വളരെ പുറകോട്ടായിരുന്നു. അന്നത്തെ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നപ്പോൾ ഇങ്ങനെ പട്ടം കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അച്ഛന്മാർ എല്ലാം ബിഷപ്പ് വന്നു, മോൺസഞ്ചോർ വന്നപ്പോൾ റെക്ടർ അച്ഛനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴൊന്നും വിയാനി ഉത്തരം പറഞ്ഞില്ല. അപ്പം റെക്ടർ അച്ഛനോട് ബിഷപ്പ് പറഞ്ഞു, വിയാനിക്ക് പട്ടം കൊടുക്കണോ? എല്ലാം തെറ്റുത്തരം പറയുന്നേ, തീരെ ഒന്നും അറിഞ്ഞൂടെ, എങ്ങനെ പട്ടം കൊടുക്കുക? വളരെ ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് വിയാനി എന്ന് പറഞ്ഞു. അപ്പം വിയാനിയുടെ റെക്ടർ അച്ഛൻ ബിഷപ്പിനോട് പറഞ്ഞു, പഠനത്തിൽ വിയാനി വളരെ പുറകോട്ടാണെങ്കിലും ദൈവഭക്തിയിൽ വിയാനി 1-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് നമുക്ക് വിയാനിക്ക് പട്ടം കൊടുക്കാമെന്ന്. അങ്ങനെ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ പിന്നോട്ട് നിന്നിരുന്ന ജോൺ മരിയ വിയാനി അങ്ങനെ ഫ്രാൻസിലെ വിശുദ്ധനായി ഒരു വൈദികനായി മാറുകയും കുമ്പസാര കൂടുകളിൽ രാപ്പകലില്ലാതെ പാപികൾക്ക് മാനസാന്തരം കൊടുക്കുകയും വൈദികരുടെ വിശുദ്ധ മധ്യസ്ഥനായി തീർന്ന് ആർട്സ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ ഏറ്റവും വിശുദ്ധിയുള്ള ഒരു ഗ്രാമമാക്കി മാറ്റുകയും ചെയ്തുവെന്നാണ് സഭയുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്നതും അത്രയും തന്നെ വിശുദ്ധരായ രണ്ട് വൈദികരെയാണ്. നമുക്ക് മാതൃകയാക്കാവുന്ന നല്ല രണ്ട് വ്യക്തിത്വങ്ങൾ. ഇവർ രണ്ടുപേരെ കുറിച്ചും എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് നമ്മുടെ വികാരിയച്ഛനാണ്. കുഞ്ഞുമക്കളെ ഒത്തിരിയധികം സ്നേഹിക്കുകയും കുഞ്ഞുമക്കളെ മുറിവേൽപ്പിക്കരുത്. ഞങ്ങളോട് എപ്പോഴും പറയുന്നൊരു വാചകമാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ വഴക്ക് പറയരുത്, പേടിപ്പിക്കരുത്, മുറിവേൽപ്പിക്കരുത്. ഞങ്ങളുടെ മീറ്റിങ്ങിൽ വെല്ലിച്ച പറയുന്നതാണ്, നിങ്ങൾ അവരെ സ്നേഹിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അത്രയും സ്നേഹത്തോടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടുന്ന എല്ലാ കരുതലുകളും നൽകി വളരെ വിശുദ്ധിയോടും സംസാരിക്കുകയും എളിമയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന നമ്മുടെ വികാരിയച്ഛൻ എപ്പോഴും കൂപ്പുകൈകളോടെ നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും ജീവിതഗന്ധിയായി പ്രസംഗങ്ങൾ പറയുകയും ചെയ്യുന്ന വികാരിയച്ഛനെ ഈ കൊച്ചു മീറ്റിങ്ങിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മക്കളുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. വളരെ ചുരുങ്ങിയ സമയങ്ങളിലാണ് നമ്മൾ കുറച്ചു കാലമേ ആയുള്ളൂ ഒരു പുതിയ വൈദികനാണ്. വിശുദ്ധിയോടെ കർത്താവിൻ്റെ അൾത്താരയിൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അധികമായില്ല. അത്രയും ചൈതന്യം തുടങ്ങുന്ന പാട്ടുകുർബാനകൾ അർപ്പിച്ച് മീറ്റിങ്ങുകളിൽ വളരെ ശാന്തതയോടും ആത്മസംയമനത്തോടും ടീച്ചേഴ്സിനെ കറക്റ്റ് ചെയ്യുന്ന വളരെ വിശുദ്ധിയുള്ള ഒരു കൊച്ചച്ഛൻ സിജോ മോനച്ചൻ അച്ഛനും ഈ കൊച്ചു മീറ്റിങ്ങിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ കൊച്ചു ചടങ്ങിന് നേതൃത്വം നൽകുന്ന കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എച്ച്.എം. വളരെ ശാന്തനും വളരെ ആത്മാർത്ഥതയോടും വളരെ എളിമയുമുള്ള എല്ലാ കാര്യവും ഏറ്റവും ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയങ്കരനായ എച്ച്.എമ്മിനെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാത്തിനുമുപരി ഞങ്ങളുടെ ജോൺ മരിയ വിയാനി ആ വിശുദ്ധന്റെ നാമധേയം സ്വീകരിച്ച ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് അംഗങ്ങൾ, ഇവിടെ എല്ലാ കുടുംബ യൂണിറ്റ് അംഗങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും എല്ലാ കുഞ്ഞുമക്കളെയും എല്ലാ അധ്യാപകരെയും ഞങ്ങളുടെ
സിസ്റ്ററെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കൊച്ചു മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.